വെൽക്കം യു ഓൾ ടു മൈ യൂട്യൂബ് ചാനൽ സുപ്രിയ സ്പീക്സ്. അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഞാനും ശരത്തും ഒറ്റയ്ക്ക് ഒരു യാത്ര പോവാണ്. ആദ്യത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്കാണ്. കാരണം നമ്മൾ നാട്ടിൽ വരുമ്പോഴത്തേനും ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാമെന്ന് കരുതി. കാരണം അവിടെ ഒന്നാമത് നമുക്ക് പെട്ടെന്ന് പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് ബ്ലഡ് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു, അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു സ്കാനിങ് കൂടെ ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മൾ പോവാണ്. ചാലക്കുടി ടെസ്ലയിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ 2:30 അപ്പോയിൻമെന്റ് ഉണ്ട്. നമ്മളിതാ എത്തി, 2:15 നമ്മളെത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിക്കാൻ പോകുന്നത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു വാസുവേൻ്റെ കടയുണ്ട്. ഒരുമാതിരി എല്ലാവർക്കും അറിയാം, അതിരപ്പള്ളി റൂട്ടിൽ. എനിക്ക് അവിടുത്തെ ഫിഷ് കറി കൂട്ടി കഴിക്കാനായിട്ട് കൊത്തിയായിട്ട് വയ്യ. ഈ സ്കാനിങ് കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. സ്കാനിങ്ങിന് ചെല്ലുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുടിച്ചിട്ടുണ്ടോ? എന്നൊരു കുപ്പി വെള്ളം വാങ്ങാം. അപ്പോൾ സ്കാനിങ് 2:30 അതൊക്കെ കഴിഞ്ഞ് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അറിയില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ ഓരോരോ സ്കാനിങ്ങിലാണ് പുതിയ പുതിയ കല്ലുകളും ഓരോ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് ടെൻഷനൊന്നുമില്ല. എന്നാലും നോക്കാം. എന്തായാലും മുന്നേ അറിയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് മെഡിസിനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ടെസ്റ്റിലെ കഴിഞ്ഞു. വെള്ളം കുടിക്കാനായിട്ട് മറന്നുപോയി. ആ ടെസ്റ്റിലെ കഴിഞ്ഞു. വെള്ളം കുടിച്ചിട്ട് വേണം നമുക്ക് സ്കാനിങ്ങിലോട്ട് കയറാനായിട്ട്. പിള്ളേര് 2 പേരും എൻ്റെ വീട്ടിലാണ്. ഞാൻ മിനിഞ്ഞാന്ന് എൻ്റെ വീട്ടിൽ നിൽക്കാനായിട്ട് പോയി. പിള്ളേര് 2 പേരും വീട്ടിലാണ്. അവിടെ ആക്കിയിട്ടാണ് പോകുന്നേ. സാധാരണ ഇവിടുന്നാ. അങ്ങനെ വെള്ളം വാങ്ങി. ഇനി വെള്ളം ഫുള്ള് കുടിച്ചിട്ട് വേണം സ്കാനിങ്ങിലോട്ട് പോകാനായിട്ട്. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞു, റിസൾട്ടും കിട്ടി. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, താങ്ക് ഗോഡ്. അപ്പൊ ഇനി ധൈര്യമായിട്ട് സമാധാനമായിട്ട് നാട്ടിലെ ഫുഡൊക്കെ കഴിച്ച് പോകുമ്പോഴേക്കും മിക്കവാറും കൊളസ്ട്രോള് അപ്പം സ്റ്റാർട്ട് ചെയ്യും. നാട്ടിൽ വന്നിട്ട് എങ്ങനെ നല്ല നല്ല ഫുഡുകൾ കഴിക്കാണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ നന്നായിട്ട് ഫുഡ് കഴിക്കുക, അവിടെ തിരിച്ചു പോയിട്ട് നല്ല വർക്കൗട്ട് ചെയ്യുക, അടിപൊളിയായിട്ട് നല്ല നല്ല ഫുഡ്, ഹെൽത്തി ഫുഡ് അവിടെ പോയിട്ട് കഴിക്കുക. ഇവിടെ അമ്മമാരുടെ ഫുഡ് രക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഇപ്പൊ വാസുവിന്റെ കടയിൽ പോവാണ് ഫുഡ് കഴിക്കാൻ. അല്ല, നമ്മള് വന്നപ്പോ നമ്മുടെ ലിസ്റ്റില് ഉള്ളതാണ് ഒന്ന് കൊട കഫേ. നമ്മൾ പോയി അവിടെ. പിന്നെ ഒരു മേപ്പിൾ ബിരിയാണി ഒക്കെ കിട്ടുന്ന മേപ്പിൾ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു, അവിടെയും പോയി. 2 അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ മുന്നേ പോയിട്ടുണ്ട് വാസുവിന്റെ കടയില്, അതിരപ്പള്ളി റോഡില്. അവിടെ പോയിട്ട് നല്ല അടിപൊളി ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഉഷാറായി. അത് കഴിഞ്ഞ് നമുക്ക് ടൗണിൽ പോകണം. ടൗണിൽ പോയിട്ട് നമ്മുടെ അവിടുത്തെ രേഷ്മയുടെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം രേഷ്മയുടെ ബ്രദർ അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഹാൻഡ് ഓവർ ചെയ്യണം. പിന്നെ ചുമ്മാ കുറെ നാളായില്ലേ ഞങ്ങൾ ഒറ്റയ്ക്ക് ഒന്നിച്ച്. അപ്പോൾ വെറുതെ ഒരു കറക്കം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ പരിപാടികൾ. അങ്ങനെ ഈ വാസുവിന്റെ കടയിൽ വെച്ച് കാണാം. ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചാലേ 2 കാര്യങ്ങൾ നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടെ ഇനിയും വരണം എന്നുള്ളതും, അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഇവിടെ വരാൻ പാടില്ല എന്നുള്ളതും. അങ്ങനെ 1 വർഷം മുന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അന്ന് വന്നപ്പോൾ നമ്മൾ പിന്നെയും ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പറ്റുന്ന സാഹചര്യത്തിലൊക്കെ നമുക്ക് ഇവിടെ വരണം എന്നുള്ളത്. കാരണം അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു നാടൻ കടയാണ്, പക്ഷേ ഇവിടുത്തെ ടേസ്റ്റ് വാസ് അബ്സല്യൂട്ട്ലി യമ്മി. അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ മണപ്പിച്ചോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? അല്ലേ? എന്ത് രസമാണല്ലേ നാട്ടിലെ ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ ചെന്നപ്പോഴത്തേനും സ്പെഷ്യലൊക്കെ അത്യാവശ്യം തീർന്നായിരുന്നു. പിന്നെ ഫിഷ് പൊള്ളിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്പെഷ്യല്. അപ്പം അതും കൂട്ടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ചോറ്, നല്ല മാങ്ങാക്കറി, സല്ലാസ്, അടിപൊളി അച്ചാറ്, പിന്നെന്തായിരുന്നു മീൻ പൊള്ളിച്ചത്, പയറുപ്പേരി ഒക്കെ കൂട്ടി നല്ല അടിപൊളി ഫുഡ് കഴിച്ചു. ഇനി നേരെ വീട്ടിൽ പോയിട്ട് രേഷ്മയുടെ പാഴ്സൽ എടുക്കണം. പിന്നെ വേറെ ഒന്നും എടുക്കാനില്ല എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നേരെ തൃശ്ശൂർ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. കൊടകരയാണ് വന്നത് കേട്ടോ. അപ്പോൾ അതാ ചാർലിയും കാസ്പറും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവരെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലോ, കാരണം വീട്ടിലായിരുന്നു ഞാൻ കുറച്ച് ദിവസമായിട്ട്. അപ്പം അവർ വന്ന് സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് ഇത് ശരത്ത് ഓർഡർ ചെയ്താണ് കേട്ടോ ആമസോണിൽ നിന്ന്. പക്ഷെ വന്നപ്പോൾ വേറെ എന്തോ ആയിപ്പോയി. രേഷ്മയുടെ പാഴ്സൽ. ഇനി എന്താ കഴിക്കാൻ ആഗ്രഹം? തൃശ്ശൂർ എത്തിയിട്ട് കഴിക്കാം അല്ലേ? അവിടെ എത്തിയിട്ട് കഴിക്കാം അല്ലേ? അപ്പൊ ഇനി അങ്ങനെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നമ്മൾ മാത്രമുള്ള യാത്ര
കുറേ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കും, കുറേ പാസ്റ്റ് സംസാരിക്കും അല്ലേ, ലൈഫിൽ നടന്ന കുറേ സാഹസിക കഥകളെ കുറിച്ച് സംസാരിക്കും. പിന്നെ നമ്മുടെ ദാസനും വിജയനൊക്കെ ഉള്ള പോലെ കുറേ സ്വപ്നങ്ങൾ കാണും. അങ്ങനെയൊക്കെയാണ് നമ്മൾ അവിടെ വരെ ഇങ്ങനെ ഓരോ യാത്രകളിലും പോവാറ്. എന്തായാലും നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പൊ വലിയ മഴയില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ കൊടകര വരെ ബസ്സിലാണ് വന്നത്. കുറേ നാളായി ബസ്സിലും യാത്ര ചെയ്തിട്ട്. നല്ല രസമുണ്ടായിരുന്നു. ചെറിയൊരു മഴയും ബസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചായ പോണ വഴിക്ക് കുടിക്കാനാണല്ലോ പറഞ്ഞത്. എനിക്കാണെങ്കിൽ നേരമായിട്ട് കോഫി കുടിക്കേണ്ട ഭയങ്കര അസ്വസ്ഥത. അതുകൊണ്ട് ഞാൻ മാത്രം കോഫി ഉണ്ടാക്കി കുടിച്ചു. ശരത്ത് ചായ കുടിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് ചായയും പഴംപൊരിയൊക്കെ കഴിക്കാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി പോയിട്ട് രേഷ്മയുടെ ആ പാഴ്സല് ഇരിക്കുന്നു. അതില് ചോക്ലേറ്റ്സ് ഒക്കെ അലിഞ്ഞ് ഒരു ഇതായിട്ടുണ്ടാവും. രേഷ്മ സോറി, മുന്നേ കൊടുക്കാൻ പോണെന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് പോകാൻ പറ്റില്ല. ഇല്ല അല്ലേ? എന്താ കഴിച്ചു നോക്കിയാ? രേഷ്മയുടെ ഏതോ ചോക്ലേറ്റ് എടുത്ത് കഴിച്ചിട്ടുണ്ട്, അലിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രേഷ്മയുടെ ബ്രദർ വരും, രാഹുൽ അല്ലേ? അവിടെ എത്തുമ്പോ വിളിക്കാനാ പറഞ്ഞേ. രേഷ്മയുടെ വീട്ടിലേക്കാണോ പോണേ നമ്മള്? അയ്യോ, ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. രേഷ്മയുടെ വീട്ടിലേക്കാ പോന്നേ. എനിക്കറിയില്ലായിരുന്നു. എന്റെ വിചാരം രേഷ്മയുടെ ബ്രദർ രാഹുൽ തൃശ്ശൂർ വരുന്നതാണ് വിചാരിച്ചത്. നമ്മളിപ്പോ രേഷ്മയുടെ വീട്ടിലാണ് പോണേ. രേഷ്മയുടെ അമ്മനൊക്കെ ആദ്യമായിട്ടാണ് കാണാൻ പോണത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വയ്ക്കട്ടെ. ആദ്യമായിട്ട് കാണുമ്പോ പറയാൻ പറ്റില്ലല്ലോ, നല്ല ചെക്കന്മാരുടെ ആലോചിച്ചാലോ. ഞാൻ ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു. ഓവർ ആയില്ലല്ലോ അല്ലേ? ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ. അത് എന്നെ പോലെ കുറെ പേർക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. കുറെ ലിപ്സ്റ്റിക് തിന്നിട്ടുണ്ട്. എന്ത് രോഗമാണോ അടുത്ത് ഇനി വരാൻ പോണേ. ആമ്പല്ലൂർ സിഗ്നലിലെത്തി. ഇവിടെ ഈ സിഗ്നലിൽ നിന്ന് അങ്ങ് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണമ്പെട്ട് എത്തും. ചിമ്മിനി ഡാം മണ്ണമ്പെട്ട കേട്ടിട്ടില്ലേ? ആ വഴിക്ക് പോയാൽ എൻ്റെ വീടെത്തി. അങ്ങനെ തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് നമ്മൾ പോകും. പിള്ളേർ അവിടെയാണല്ലോ. നമ്മളിങ്ങനെ വരുമ്പോഴത്തേനുമാണ് ടീക്കട. നല്ല ഫേമസ് ആണ് കഫേ. അപ്പൊ അത് ജസ്റ്റ് പാസ് ചെയ്തതിന് ശേഷമാണ് ശ്രദ്ധിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ യൂ ടേൺ എടുക്കുന്നു, തിരിച്ച് ടീക്കടയിൽ പോകുന്നു, നല്ലൊരു ചായ കുടിക്കുന്നു, നല്ല പഴംപൊരിയും കഴിക്കുന്നു. ഓക്കെ, ചായ കുടിക്കാം. പോകുന്ന വഴിക്ക് എനിക്ക് ട്രെൻഡ്സിലൊന്ന് കയറാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ എവിടെയത്? അയ്യോ, കിട്ടുന്നില്ലല്ലോ. കിട്ടി. തൃശ്ശൂർ സെലക്സ് മാളിലുള്ള ട്രെൻഡ്സാണ് ഇത് കേട്ടോ. ദൈവമേ, ആൽഷിമിസ്. ഞാൻ 10th വരെ പഠിച്ചതേ തൃശ്ശൂരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റോഡും പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർക്കാർക്കൊക്കെ ഭയങ്കര ഒരു ഫീല് തരുന്ന ഒരു സ്ഥലമാണല്ലേ തൃശ്ശൂർ റൗണ്ട് എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് ഈ വടക്കുന്നാഥൻ്റെയൊക്കെ ചുറ്റിക്കൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര ഒരു മനസ്സിന് അനുഭൂതിയും ഒരു പഴയകാല ഓർമ്മകളും ഭയങ്കര സമാധാനവും ഒക്കെയുള്ളൊരു ഫീലിങ്സാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. വീണ്ടും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുറേ വഴികൾ. അങ്ങനെ നമ്മൾ രേഷ്മയുടെ വീടെത്തി. അപ്പോസ് കോട്ടേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു Airbnb ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആൻറ്റി ഞങ്ങളും കൂടെ വീടിൻ്റെ മേലെ നടത്തുന്നുണ്ട് കേട്ടോ. ഒരു ബിസിനസ് മാത്രമായിട്ടല്ല, ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ആൻറ്റി കൊണ്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണിത്. എത്ര കഴിപ്പിച്ചാലും ആൻറ്റിക്ക് മതിയാവുന്നേ ഇല്ല. നമ്മള് രേഷ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. രേഷ്മയുടെ അമ്മ ഒരു രക്ഷയില്ല കേട്ടാ. രേഷ്മയുടെ അമ്മ ഫുഡ് കഴിപ്പിച്ച് ഇതാക്കാന്ന് പറയില്ലേ, അതേപോലെ വയറ് നിറഞ്ഞ് പൊട്ടാറായി. ആദ്യം ബിരിയാണി കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോ നമ്മള് കഷ്ടപ്പെട്ട, കാരണം നമ്മള് വാസുകെട്ട് അവിടെ നിന്നൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചായിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോ അപ്പവും സ്റ്റൂവും കൊണ്ടു. അത് കഷ്ടപ്പെട്ട് കഴിച്ച് കഴിയുമ്പോ ആള് പുതിയ ഐറ്റംസ് കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ്. പിന്നെ പുലാവ് കൊണ്ടു. അങ്ങനെ വയറ് ശരിക്കും ഭയങ്കരമായിട്ട് നിറഞ്ഞ് പൊട്ടാറായി വയറ്. ഇനി 2 ദിവസത്തേക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അങ്ങനെ
ലൈഫിലെ ഇടയ്ക്ക് ഒരു ഓപ്പൺ ടോക്കോ ഇടയ്ക്ക് യാത്രകൾ ഒന്നിച്ച് വേറെ ആരും ഇല്ലാതെ പോകുന്നതൊക്കെ അടിപൊളി ഒരു സംഭവങ്ങളാണ് കേട്ടോ. കാരണം നമുക്ക് പല കാര്യങ്ങളും പറയാനും ഷെയർ ചെയ്യാനും. എൻ്റെ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സീക്രറ്റ്സ് ഒന്നും കീപ്പ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങ് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പ്രത്യേകിച്ച് പേടിയും ടെൻഷനും ഒന്നും ഇല്ലാണ്ട് നമുക്ക് അടിപൊളി ഒരു ലൈഫ് നമുക്ക് എൻജോയ് ചെയ്ത് അങ്ങ് ജീവിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി ഒരു 2 വ്ളോഗോട് കൂടെ നാട്ടിലത്തെ വ്ളോഗുകൾ ഞാൻ അവസാനിപ്പിക്കുന്നതാണ് കേട്ടോ. ബൈ.